ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. സുശാന്താണ്. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ ഇന്നത്തെ മാർക്കറ്റൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ Q3 റിസൾട്ടുകളുടെ സീസണാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മളിപ്പോൾ നല്ല കമ്പനികളുടെ റിസൾട്ട് അനാലിസിസ് നടത്തുന്നത്. Q3 റിസൾട്ടുകൾ പൊതുവെ മോശമാണെന്നുള്ളൊരു ധാരണ മാർക്കറ്റിൽ മൊത്തമായിട്ടുണ്ട്. അങ്ങനെയുള്ള സമയങ്ങളിൽ നല്ല റിസൾട്ടുള്ള കമ്പനികൾ, നല്ല ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള കമ്പനികൾ നിങ്ങൾക്ക് ലോങ് ടേം പോർട്ട്ഫോളിയോയിലേക്ക് ഹോൾഡ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അങ്ങനെയുള്ള കമ്പനികളുടെ ഏറ്റവും പുതിയ റിസൾട്ടുകൾ അനാലിസിസ് നടത്തുന്നത് തികച്ചും ഉപകാരപ്രദമാണെന്ന് വിചാരിക്കുന്നു. പ്രത്യേകിച്ച് മാർക്കറ്റ് ഇത്രയും ഒരു ചെറിയ രീതിയിലെങ്കിലും കറക്ഷൻ വന്ന സ്ഥിതിക്ക് ഇനിയും കറക്റ്റ് ചെയ്യില്ല എന്നുള്ളതല്ല, പക്ഷേ ഇനി കറക്ഷൻ വന്നാൽ പോലും നല്ല ഓഹരികൾ നിങ്ങളുടെ പോർട്ട്ഫോളിയോയിലേക്ക് വെക്കുന്നതിലേക്ക് അല്ലെങ്കിൽ പോർട്ട്ഫോളിയോയിലേക്ക് കൂട്ടുന്നതിലേക്കായിട്ട് ആഡ് ചെയ്യുന്നതിലേക്ക് നല്ല കമ്പനികളെ പറ്റി അറിയാനും അതിൻ്റെ ഏറ്റവും പുതിയ വിശകലനങ്ങൾ കേൾക്കുന്നതും നിങ്ങൾക്ക് എപ്പോഴും നല്ലതായിരിക്കുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള വീഡിയോകൾ ചെയ്യുന്നത്. ഇന്നലെ നമ്മൾ അദാനി പോർട്ടിൻ്റെ Q3 റിസൾട്ട് അനാലിസിസ് നടത്തിയിരുന്നു. ഇന്ന് ഇന്ത്യയിലെ ഇൻഫ്രാസ്ട്രക്ചർ, കൺസ്ട്രക്ഷൻ, അതുപോലെ തന്നെ IT, റിയലിറ്റി, അങ്ങനെ പല സെഗ്മെൻറ്റിലായിട്ട് വ്യാപിച്ച് കിടക്കുന്ന വലിയ ഭീമൻ, ആഗോള ഭീമൻ തന്നെ പറയാം നമുക്ക്. അങ്ങനെയുള്ള ഒരു കമ്പനിയുടെ റിസൾട്ട് അനാലിസിസ് ആണ്, മറ്റൊന്നുമല്ല, ലാർസൻ ആൻഡ് ട്യൂബ്രോ ആണ്. ലാർസൻ ആൻഡ് ട്യൂബ്രോയുടെ Q3 റിസൾട്ട് അനാലിസിസ് ആണ് ഈ വീഡിയോ കേൾക്കുമ്പോൾ നമുക്കറിയാം ഏകദേശം 3200, 3500 ലെവലുകളിൽ കിട്ടുന്ന ഈ ഒരു കമ്പനി എന്ന് പറയുന്നത് എത്രമാത്രം വലുതാണ്, ഈ കമ്പനിയുടെ ഫണ്ടമെൻ്റൽസ് എത്രമാത്രം സ്ട്രോങ് ആണെന്നും ഇനി എന്തുകൊണ്ട് ഈ കമ്പനി നമ്മുടെ കയ്യിലേക്ക് വേണമെന്നുള്ളതുമാണ്. മാത്രമല്ല, ഇനി നിങ്ങൾ ഓൾറെഡി LNT ഹോൾഡ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ അറിയണം ഏറ്റവും പുതിയ നിങ്ങളുടെ കമ്പനിയുടെ റിസൾട്ട് എന്താണെന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 10-15 മിനിറ്റ് നീക്കി വെക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും മുഴുവനായിട്ട് വീഡിയോ കാണുക. സ്റ്റോക്ക് മാർക്കറ്റിൽ എപ്പോഴും സമയം ഏറ്റവും കൂടുതൽ ഇൻഫർമേഷൻ ഗ്യാദർ ചെയ്യാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അതുവഴി ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ഏറ്റവും കൂടുതൽ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ ശ്രമിക്കുക. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. അതിലേക്ക് പോകുന്നതിന് മുന്നോടിയായിട്ട് ഞാനൊരു സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റാണ്. ഞങ്ങളുടെ റിസർച്ച് അഡ്വൈസറി പ്രൊഡക്റ്റുകൾക്കായിട്ട് നിങ്ങൾക്ക് ഞങ്ങളുടെ ടെലിഗ്രാം ചാനലിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. മാർക്കറ്റ് മാഗ്നറ്റ് എന്ന് പറയുന്നത് എൻ്റെ നേതൃത്വത്തിൽ തന്നെയുള്ള ഒരു സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റ് ഫേമാണ്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളുടെ അഡ്വൈസറി പ്രൊഡക്റ്റുകൾ അവിടെ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഞാൻ തന്നെ നേതൃത്വം കൊടുക്കുന്ന എൻ്റെ പേഴ്സണലായിട്ടുള്ള ടെലിഗ്രാം ചാനലിൻ്റെ ഒരു ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റ് കമ്മ്യൂണിറ്റിയാണ് അതിനോടൊപ്പം ഉള്ളത്. അതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അതിനുള്ള ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ലാർസൻ ആൻഡ് ട്യൂബ്രോ എല്ലാവർക്കും അറിയാം, നമ്മുടെ ഒരു പഴയ റെക്കമെൻഡേഷനാണ്. ഞങ്ങളുടെ പല പോർട്ട്ഫോളിയോ ക്ലയൻസുകളും അല്ലെങ്കിൽ ഞങ്ങളുടെ പല പഴയ സബ്സ്ക്രൈബേഴ്സും 900-1000 രൂപ മുതൽ ഹോൾഡ് ചെയ്യുന്നതാണ്. നിരവധി തവണയായിട്ട് ഞാൻ സജസ്റ്റ് ചെയ്ത ഓഹരിയും കൂടിയാണ്. ഇപ്പോൾ നിലവിൽ ഞങ്ങൾക്ക് ഇതിൽ ലോങ് പൊസിഷൻസ് ഉണ്ട്. സോ കിങ്ങിലും കാര്യങ്ങളിലൊക്കെ നമ്മുടെ ലോങ് ടേം പോർട്ട്ഫോളിയോയിൽ നമ്മൾ ഹോൾഡ് ചെയ്യുന്ന ഒരു ഓഹരിയും കൂടിയാണ്. സോ ഡിസ്ക്ലോഷർ, ഇതിൻ്റെ യാതൊരു തരത്തിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷനെയും ബാധിക്കുന്നില്ല. അപ്പോൾ ആദ്യമായിട്ട് പറയുമ്പോൾ ഒരു കൺസ്ട്രക്ഷൻ കമ്പനി എന്നതിലുപരി പല സ്ഥലങ്ങളിലായിട്ട് അല്ലെങ്കിൽ പല ബിസിനസ്സുകളിലായിട്ട് ഡൈവേഴ്സിഫൈ ചെയ്ത് കിടക്കുന്ന ഒരു കമ്പനിയാണ് ലാർസൻ ആൻഡ് ട്യൂബ്രോ. ഈ കമ്പനിയുടെ ആദ്യമായിട്ട് പറയുമ്പോൾ റവന്യൂ എന്ന് പറഞ്ഞാൽ ഈ 3 മാസം, സെപ്റ്റംബർ മുതൽ ഒക്ടോബർ, നവംബർ, ഡിസംബർ, 2024 ഒക്ടോബർ മുതൽ 2024 ഡിസംബർ വരെ 3 മാസത്തെ കണക്കുകളാണ് കമ്പനി അവതരിപ്പിച്ചിരിക്കുന്നത്. Q3 ഈ 3 മാസം കൊണ്ട് കമ്പനി ഏൺ ചെയ്തിരിക്കുന്നത്, കമ്പനിയുടെ 3 മാസത്തെ പ്രവർത്തന വിശകലനങ്ങളിലേക്ക് വരുന്ന സമയത്ത് ആദ്യമായിട്ട് എത്ര ഇൻകം ഈ കമ്പനി ഉണ്ടാക്കിയെന്നുള്ളതാണ്, എത്ര റവന്യൂ ഉണ്ടാക്കിയെന്നുള്ളതാണ്. 64,667 കോടി രൂപയുടെ വിറ്റുവരവാണ് ഈ കമ്പനി 3 മാസം കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. അതിലേക്ക് 64,667 കോടി രൂപയുടെ വിറ്റുവരവ് വന്നപ്പോൾ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ്, അതായത് എല്ലാ പ്രവർത്തനങ്ങളും, ടാക്സും ഡിപ്രീസിയേഷനും കാര്യമായിട്ടുള്ള എല്ലാ എക്സ്പെൻസുകളും കഴിച്ച് കമ്പനിക്ക് കിട്ടിയിരിക്കുന്ന ലാഭം എന്ന് പറയുന്നത് 4,001 കോടി രൂപയാണ്. അതായത് 64,667 കോടി രൂപയുടെ വിറ്റുവരവിൽ നിന്നും കമ്പനിക്ക് എല്ലാ എക്സ്പെൻസും കഴിഞ്ഞ് 4,001 കോടി രൂപ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ആയിട്ട് കമ്പനിക്ക് കിട്ടിയിരിക്കുന്നു. അതായത് കഴിഞ്ഞ വർഷവുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുന്ന സമയത്ത് 17% വർധനവാണ് സെയിൽസിൽ വന്നിരിക്കുന്നത്. അതേസമയം പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സിലും 11% വർധനവ്. കഴിഞ്ഞ വർഷം ഇതേ സമയം ഡിസംബറിൽ അവസാനിച്ച ക്വാർട്ടറിൽ കമ്പനി നേടിയിരുന്നത് 3,594 കോടി രൂപയുടെ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ആയിരുന്നു. അതിൽ നിന്നാണ് ഇപ്പോൾ 4,001 കോടി രൂപയിലേക്ക് കമ്പനി എത്തിക്കപ്പെട്ടിരിക്കുന്നത്. കൃത്യമായിട്ട് പറഞ്ഞാൽ 11% വർധനവ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സിലും കമ്പനി നേടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ഷെയറിന് മുകളിൽ കമ്പനിക്ക് ഉള്ളത് 2 രൂപയാണ്. ഇതിൻ്റെ ഫേസ് വാല്യൂ എന്ന് പറയുന്നത് മുഖവില ഓഹരിയുടെ 2 രൂപയാണ്.
ആ 2 രൂപയുടെ ഒരു ഓഹരിക്ക് മുകളിൽ കമ്പനി 24 രൂപ 43 പൈസയുടെ ഏണിംഗ് പെർ ഷെയർ ആണ് നടത്തിയിരിക്കുന്നത്. അപ്പോൾ എത്ര ഇരട്ടിയാണ് അതിൻ്റെ മുഖവിലയേക്കാൾ നോക്കാം നമുക്ക് യഥാർത്ഥ വില എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഷെയർ പ്രൈസ് നോക്കുന്ന സമയത്ത് തുലം കുറവായിരിക്കാം, പക്ഷേ 24 രൂപ 43 പൈസയുടെ ഏണിംഗ് പെർ ഷെയറാണ് ഈ കമ്പനി ഉണ്ടാക്കിയിരിക്കുന്നത്. കഴിഞ്ഞ സാമ്പത്തിക വർഷം ഇതേ സമയം 21 രൂപ 44 പൈസയായിരുന്നു. ഇനി ഈ കഴിഞ്ഞ 9 മാസത്തെ ഓപ്പറേഷൻ, അതായത് 2024 ഏപ്രിൽ 1 തുടങ്ങി ഡിസംബർ 31, 2024 വരെയുള്ള 9 മാസങ്ങളിൽ കമ്പനിയുടെ EPS മൊത്തം എടുത്തു നോക്കുന്ന സമയത്ത് കഴിഞ്ഞ 9 മാസമായിട്ട് കമ്പനിക്ക് 69 രൂപ 38 പൈസ കമ്പനി ഓൾറെഡി നേടിക്കഴിഞ്ഞു. ഇനി ഒരു ക്വാർട്ടർ കൂടി നമ്മളെ മുന്നിലുണ്ട്, ജനുവരി മുതൽ മാർച്ച് വരെയുള്ളത്. അതുപോലെ കഴിഞ്ഞ വർഷം ഇതേ സമയം 9 മാസം കൊണ്ട് കമ്പനി 2024 മൊത്തമായിട്ട് നോക്കുന്ന സമയത്ത് കമ്പനി 95 രൂപയായിരുന്നു EPS ആക്കി ഉണ്ടാക്കിയിരുന്നത്, ഏണിംഗ് പെർ ഷെയർ ആയിട്ട് ഒരു സാമ്പത്തിക വർഷം ഉണ്ടാക്കിയത്. അതാണിപ്പോൾ ഓൾറെഡി 3 ക്വാർട്ടർ കഴിയുമ്പോൾ തന്നെ കമ്പനി 69-38 ഉണ്ടാക്കി കഴിഞ്ഞു. ഇനി ഈ ഒരു ക്വാർട്ടറിൽ ഉണ്ടാകുന്നത് സാധാരണയായിട്ട് കൺസ്ട്രക്ഷൻ ബിസിനസ്സുകളും ഇൻഫ്രാസ്ട്രക്ചറും ഒക്കെ തന്നെ അവസാന ക്വാർട്ടറുകളിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നതായിട്ട് കാണാറുണ്ട്. പ്രത്യേകിച്ചും ഇയർ എൻഡ് ഒക്കെ അടുക്കുന്ന സമയത്ത് ബജറ്റഡ് മീൻസ് ആ ഒരു നിർമ്മാണ പ്രവർത്തനങ്ങളിലൊക്കെയുള്ള സ്പീഡപ്പ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ 69 രൂപ 38 പൈസ എന്നുള്ളത് കഴിഞ്ഞ പ്രാവശ്യത്തെ 95 രൂപയ്ക്ക് മുകളിൽ എത്തുമെന്ന് തന്നെയാണ് കമ്പനിയും പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ആ ഒരു ഓപ്പറേഷൻ ഫ്രണ്ടിൽ നല്ല രീതിയിലുള്ള വർധനവ് കമ്പനിക്ക് വന്നിട്ടുണ്ട്. അതേപോലെ ഏതൊരു കൺസ്ട്രക്ഷൻ കമ്പനിയെ സംബന്ധിച്ചിട്ടും പറയുന്ന സമയത്ത് അതിൻ്റെ ഓർഡർ ബുക്കുകൾ, എത്രമാത്രം ഓർഡർ ബുക്കുകൾ കിട്ടിയിട്ടുണ്ടെന്നുള്ളതാണ് ആദ്യത്തെ ഒരു യാഡ് സ്റ്റിക്ക് എന്ന് പറയുന്നത്. ഈ കമ്പനിയെ സംബന്ധിച്ച് L&Tയെ സംബന്ധിച്ച് പറയുന്നത് ഏറ്റവും കൂടുതൽ കമ്പനി തുടങ്ങിയിട്ട് ഇന്നത്തേക്ക് ഏറ്റവും കൂടുതൽ ഓർഡറുകൾ ഒരു ക്വാർട്ടറിൽ വന്നിട്ടിരിക്കുന്ന ഒരു ക്വാർട്ടർ കൂടിയായിരുന്നു ഡിസംബർ ക്വാർട്ടർ എന്ന് പറയുന്നത്. കമ്പനിക്ക് 1,16,036 കോടി രൂപയുടെ ഓർഡർ, അതായത് 1,16,036 കോടി രൂപയുടെ ഓർഡറാണ് കഴിഞ്ഞ 3 മാസം ഒക്ടോബർ, നവംബർ, ഡിസംബർ മാസങ്ങളിലായിട്ട് കമ്പനിക്ക് കിട്ടിയിരിക്കുന്നത്. കഴിഞ്ഞ വർഷവുമായിട്ട് നോക്കുന്ന സമയത്ത് 53% വർധനവാണ് ഓർഡർ ബുക്കിൽ വന്നിരിക്കുന്നത്. കമ്പനിയുടെ മൊത്തം ഓർഡർ ബുക്ക്, അപ്പോൾ ഒരു ക്വാർട്ടറിൽ മാത്രം 1,16,000 കോടി രൂപയുടെ 1,16,000 കോടി രൂപയുടെ ഓർഡർ ഈ കമ്പനിക്ക് വന്നിട്ടുണ്ടെങ്കിൽ ആ കമ്പനിയുടെ മൊത്തം ഓർഡർ ബുക്ക് എത്രയായിരിക്കും എന്ന് നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമുക്ക് പറയാൻ സാധിക്കും. ആ കമ്പനിയുടെ ഒരു മൊത്തം ഓർഡർ ബുക്ക് എന്ന് പറയുന്നത് 5,64,223 കോടി രൂപയുടെ ഓർഡർ ബുക്കാണ് ഡിസംബർ 31 അവസാനിച്ച ആ ഒരു ക്വാർട്ടറിൽ കമ്പനിക്കുള്ളത്. അതായത് കമ്പനി ഇനിയും നിർത്താതെ വർക്ക് ചെയ്താൽ പോലും എത്രയോ വർഷങ്ങളെടുത്ത് തീർക്കേണ്ട പ്രൊജക്റ്റുകളാണിത്. 5,64,223 കോടി രൂപയുടെ പ്രൊജക്റ്റ് കമ്പനിയുടെ കയ്യിൽ ഇപ്പോഴും ഉണ്ട് എന്നുള്ളതാണ്. അതുമാത്രമല്ല, ഇത് ഒരു സെക്ടറിൽ നിന്ന് മാത്രമല്ല, അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ കൺസ്ട്രക്ഷൻ വർക്ക് മാത്രമല്ല കമ്പനിക്ക് കിട്ടിയിരിക്കുന്നത്. ഈ ഓർഡറുകൾ അനലൈസ് ചെയ്ത് നോക്കുന്ന സമയത്ത് നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റും തെർമൽ പവർ പ്രൊജക്റ്റുകൾ കമ്പനിക്ക് ഉണ്ടാക്കാനുണ്ട്. അതുപോലെ തന്നെ റിന്യൂവബിൾ എനർജി സെഗ്മെൻറ്റിൽ കമ്പനിക്ക് പ്രസൻസ് വന്നിട്ടുണ്ട്. അതിൽ നിന്നുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് കമ്പനിക്ക് ഓർഡറുകൾ കിട്ടിയിട്ടുണ്ട്. അതിന് പുറമെ പവർ ട്രാൻസ്മിഷൻ രംഗത്തുള്ള ഓർഡറുകൾ കിട്ടിയിട്ടുണ്ട്. പ്രിസിഷൻ എഞ്ചിനീയറിംഗ്, മിനറൽ ആൻഡ് മെറ്റൽസ്, വാട്ടർ ട്രീറ്റ്മെൻറ്റ്സ് പ്ലാന്റുകൾ ഉണ്ടാക്കാനുള്ള പ്രൊജക്റ്റുകൾ കമ്പനിക്ക് കിട്ടിയിട്ടുണ്ട്. കൊമേഴ്ഷ്യൽ ബിൽഡിങ്സ് ഉണ്ടാക്കാനുള്ള കരാറുകളുണ്ട്. ഹൈഡ്രോ കാർബൺ ബിസിനസ്സുകൾ കമ്പനിക്ക് കിട്ടിയിട്ടുണ്ട്. ഹോട്ടലുകൾ ഉണ്ടാക്കാനുള്ള, അതുപോലെ തന്നെ മിനറൽസ് ആൻഡ് മെറ്റൽസ്, അങ്ങനെ എല്ലാ ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള കൺസ്ട്രക്ഷൻ വർക്കുകൾ കമ്പനിയുടെ കയ്യിലുണ്ട് എന്ന് മനസ്സിലാക്കാം. നമ്മളപ്പോഴും പലപ്പോഴായിട്ടും ഹൈഡ്രോ കാർബൺ തീമുകൾ അന്വേഷിച്ച് പോകാറുണ്ട്, പവർ തീമുകൾ അന്വേഷിച്ച് പോകാറുണ്ട്. അപ്പോൾ ഇതൊക്കെ തന്നെ കൺസ്ട്രക്റ്റ് ചെയ്യുന്ന ഒരു കമ്പനി കൂടിയാണ് L&T. ഡാറ്റാ സെൻറ്ററുകൾ ഉണ്ടാക്കാൻ വേണ്ടി അസർബൈജാനാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അസർബൈജാനാണോ ഉസ്ബെക്കിസ്ഥാനാണോ, ഇത് 2 രാജ്യങ്ങളിൽ ഒരു സ്ഥലത്ത് ആദ്യമായിട്ട് ഡാറ്റാ സെൻറ്ററുകൾ നിർമ്മിക്കുന്നതിനുള്ള കരാറുകൾ കൂടി L&T ഈ ഒരു ക്വാർട്ടർ, അതായത് ജനുവരിയിൽ ആരംഭിക്കുന്ന ഈ ക്വാർട്ടറിൽ കമ്പനി നേടിയെടുത്തിട്ടുണ്ട്. അതായത് എല്ലാ മേഖലകളിലും ഈ കമ്പനി വിരാജിക്കുന്നു എന്ന് പറയാം. കമ്പനിയുടെ ഈ ഒരു കമൻട്രിക്ക് ശേഷം, ഈ ഒരു അനലിസ്റ്റ് മീറ്റിന് ശേഷം കമ്പനിയുടെ മാനേജ്മെൻറ്റ് തന്നെ പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ കാലത്തിനൊത്തു മാറാൻ തയ്യാറായിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ E2E എന്ന് പറയുന്ന ഒരു നെറ്റ്വർക്ക് കമ്പനിയിലേക്ക്, E2E നെറ്റ്വർക്ക് കമ്പനിയിലെ മെജോറിറ്റി ഷെയർ ഈ കമ്പനി ഏറ്റെടുത്തിട്ടുണ്ട്. അതായത് വരുന്ന AI, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ, ഈ രംഗത്തേക്ക് കൂടി കമ്പനിയെ മുന്നിട്ടിറക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ്, അതിൻ്റെ ചുവടുവെപ്പിനായിട്ടാണ് ഈ ഒരു രംഗത്തേക്ക് കൂടി കമ്പനി കടക്കുന്നതെന്നാണ്. അതായത് കമ്പനി ഒരു പഴയ കമ്പനിയായിട്ട് നിൽക്കാൻ തയ്യാറല്ല. കാലത്തിന് അനുസരിച്ചിട്ട് മാറി പുതിയ ടെക്നോളജിയും പുതിയ കാര്യങ്ങളും പഠിച്ച് മുന്നേറാൻ താല്പര്യപ്പെടുന്ന ഒരു മാനേജ്മെൻറ്റ് കൂടിയുണ്ട് എന്നുള്ളതാണ് ഈ കമ്പനിയുടെ പ്രത്യേകതയായിട്ട് എനിക്കും തോന്നിയത്. അപ്പോൾ ഇതാണ് ഓർഡർ ബുക്കിൻ്റെ കാര്യങ്ങൾ പറയുന്നത്. ഈ മുഴുവൻ ഓർഡർ ബുക്ക് നോക്കിക്കഴിഞ്ഞാൽ പോലും കഴിഞ്ഞ ഞാൻ പറഞ്ഞ പോലെ 5,64,000 ഓർഡർ ബുക്കുണ്ട്.
കഴിഞ്ഞ മാർച്ചിനെ അപേക്ഷിച്ച് നോക്കുന്ന സമയത്ത് മാർച്ച് മുതൽ ഇങ്ങോട്ട് നോക്കുന്ന സമയത്ത് 19% വർധനവുണ്ട്. ഇതിൽ ഈ 5,64,000 ഓർഡറിൽ 42% വിദേശത്തു നിന്നുള്ള ഇൻ്റർനാഷണൽ ഓർഡേഴ്സാണ് എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. അപ്പോൾ ഇനി മറ്റുള്ള സെഗ്മെൻറ്റ് വൈസ് നോക്കാം. LNTക്ക് വൈഡ് വെറൈറ്റി സെഗ്മെൻറ്റ്സ് ഉണ്ട്. വെറും ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയല്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആദ്യമായിട്ട് നമുക്ക് എടുക്കുമ്പോൾ ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്റ്റുകളുടെ വിവരങ്ങൾ എങ്ങനെയാണെന്ന് നോക്കാം. Q3 പറഞ്ഞതനുസരിച്ചിട്ട് ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്റ്റുകൾ മാത്രമായിട്ട് 49,070 കോടി രൂപയുടെ ഓർഡറുകളാണ് കഴിഞ്ഞ 3 മാസം കൊണ്ട് കമ്പനിക്ക് കിട്ടിയിരിക്കുന്നത്. 14% വർധനവാണ് ഈ ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്റ്റുകളുടെ ഓർഡറുകളിൽ കിട്ടിയിരിക്കുന്നത്. ഈ ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്റ്റുകളിൽ 74% ഓർഡറുകളും, അതായത് LNTയുടെ 74% ഇൻഫ്രാസ്ട്രക്ചർ ഓർഡറുകളും പുറത്താണ്, ഇൻ്റർനാഷണൽ ബിസിനസ്സിലാണ് കിട്ടിയിരിക്കുന്നത്. പ്രത്യേകിച്ചും റിന്യൂവബിൾ പവർ ഇൻഫ്രാസ്ട്രക്ചർ, പവർ ഡിസ്ട്രിബ്യൂഷൻ, പവർ ട്രാൻസ്മിഷൻ രംഗങ്ങളിലാണ് ഈ ഓർഡറുകൾ ഡിസംബർ ക്വാർട്ടറിൽ വന്നിരിക്കുന്നത്. ഇൻഫ്രാ ഓർഡർ ബുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ മാത്രം ഓർഡർ ബുക്ക് 3,61,282 കോടി രൂപയാണ് ഡിസംബറിൽ അവസാനം. മൊത്തം ഓർഡർ ബുക്കിൻ്റെ 3,61,000 കോടി രൂപയുടെ ഓർഡറുകളും ഇൻഫ്രാസ്ട്രക്ചർ ഓർഡറുകൾ തന്നെയാണ് എന്നുള്ളതാണ്. ഇതിൽ മൊത്തം ഓർഡർ ബുക്ക് എടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈ ക്വാർട്ടറിൽ വന്നിരിക്കുന്ന ഓർഡർ ബുക്കിൻ്റെ 37% ഓർഡറുകളും വന്നിരിക്കുന്നത് ഇൻ്റർനാഷണൽ ബിസിനസ്സിൽ നിന്നാണ്, അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ മാർക്കറ്റിലാണ്, ഇന്ത്യക്ക് പുറത്തു നിന്നാണെന്നുള്ളതാണ് അർത്ഥം. ഇനി എനർജി പ്രൊജക്റ്റുകൾ, ഈ കമ്പനിയുടെ എനർജി പ്രൊജക്റ്റുകളിൽ Q3 എങ്ങനെ പെർഫോം ചെയ്തു എന്ന് നോക്കിക്കഴിഞ്ഞാൽ 38,818 കോടി രൂപയുടെ ഓർഡറുകളാണ് എനർജി രംഗത്ത്, അല്ലെങ്കിൽ എനർജി ബിസിനസ്സുകളിൽ നിന്നും ആ കമ്പനിക്ക് വന്നിരിക്കുന്നത്. 100% വർധനമാണ്. അതായത് കഴിഞ്ഞ വർഷത്തെ നോക്കുന്ന സമയത്ത് ഡബിൾ ഓർഡർ ബുക്കാണ് വന്നിരിക്കുന്നതെന്ന് നമുക്ക് പറയാം. ഈ ഓർഡറുകളിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഹൈഡ്രോ കാർബൺ ബിസിനസ് ഉണ്ട്, കാർബോണിക് ലൈഫ് സൊല്യൂഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഇൻ്റർനാഷണൽ ഓർഡർ ബുക്കുകൾ നോക്കിക്കഴിഞ്ഞാൽ 33% ഓർഡറുകളും ഈ പറയുന്ന എനർജി ബിസിനസ്സിലെ ഇൻ്റർനാഷണൽ ബിസിനസ്സുകളിൽ ഓർഡറുകൾ ബുക്കാണ് വന്നിരിക്കുന്നത്. ഇനി മറ്റൊരു സെഗ്മെൻറ്റ് ഹൈടെക് ബിസിനസ്സാണ്. ഹൈടെക് മാനുഫാക്ചറിങ് ബിസിനസ്സുകളാണ്. പല സാധനങ്ങൾ ഉണ്ടാക്കുന്ന ഹൈടെക് മാനുഫാക്ചറിങ് ബിസിനസ്സുകൾ നോക്കിക്കഴിഞ്ഞാൽ 8,423 കോടി രൂപയുടെ ഓർഡർ ബുക്കാണ് ഹൈടെക് ബിസിനസ്സിൽ LNTക്ക് കിട്ടിയിരിക്കുന്നത്. അതിലും 100% വർധനവുണ്ട്. പ്രത്യേകിച്ചും പല പ്രിസിഷൻ എഞ്ചിനീയറിങ്ങും അതുപോലെ തന്നെ പ്രിസിഷൻ എഞ്ചിനീയറിങ് സിസ്റ്റം ബിസിനസ്സുകളിൽ ഇവർക്ക് പുതിയ ഓർഡറുകൾ വന്നിരിക്കുന്നു. 15% ഓർഡർ ബുക്കുകളും ഈ ഒരു ക്വാർട്ടറിലാണ് വന്നിരിക്കുന്നത്. 15% മൊത്തം ഓർഡറിൻ്റെ 15% ഈ ഒരു ക്വാർട്ടറിലാണ് വന്നിരിക്കുന്നത്. ഇതോടുകൂടി ഈ പറയുന്ന ഹൈടെക് മാനുഫാക്ചറിങ് ബിസിനസ്സിൻ്റെ മൊത്തം ഓർഡർ ബുക്ക് എന്ന് പറയുന്നത് 41,769 കോടി രൂപയായിട്ട് മാറിയിട്ടുണ്ട്. അതായത് ഇതിൽ 11% എക്സ്പോർട്ട് ഓർഡറുകളാണ് വന്നിരിക്കുന്നത്. അതായത് ഇന്ത്യയിലും അതേസമയം വിദേശങ്ങളിലും പ്രസൻസ് ഉള്ള ഒരു കമ്പനിയാണ് എല്ലാ സെഗ്മെൻറ്റിലും. അത് ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്റ്റുകൾ മാത്രമല്ല, അതിപ്പോൾ ഹൈടെക് ബിസിനസ് ആയാലും ശരി, എനർജി ബിസിനസ്സുകളായാലും ശരി, എല്ലാത്തിലും ഇൻ്റർനാഷണൽ പ്രസൻസ് കൂടി ഉണ്ട് എന്നുള്ളതാണ്. മറ്റൊന്ന് ചെറിയ ബിസിനസ് ആണെങ്കിലും IT, അതുപോലെ തന്നെ IT ടെക്നോളജി ബിസിനസ്സുകളിൽ അവർക്ക് വേറെ തന്നെ ഉണ്ട്. LNT ടെക്നോളജി വേറെ തന്നെ മെർജ്ഡ് എൻറ്റിറ്റി ആയി മാറി. പക്ഷേ ഇപ്പോഴും ഇവരുടെ കയ്യിലുള്ള IT ബിസിനസ്സുകളിൽ ഇവർക്ക് 12,061 കോടി രൂപയുടെ റവന്യൂ കഴിഞ്ഞ ക്വാർട്ടറിൽ വന്നിട്ടുണ്ട്. കഴിഞ്ഞ വർഷവുമായിട്ട് നോക്കുന്ന സമയത്ത് 8% ഇയർ ഓൺ ഇയർ ഗ്രോത്ത് IT ബിസിനസ്സിലും കാണിക്കുന്നുണ്ട്. ഇൻ്റർനാഷണൽ ബില്ലിങ്ങിൻ്റെ 93% റവന്യൂവും വന്നിരിക്കുന്നത് ഇൻ്റർനാഷണൽ ബിസിനസ്സുകളിൽ നിന്നാണ്. അതായത് ഡിസംബറിൽ അവസാനിച്ച ക്വാർട്ടറിലുള്ള കിട്ടിയിരിക്കുന്ന 12,061 കോടി രൂപയുടെ ഓർഡറുകളിൽ 93% ഓർഡറുകളും ഇൻ്റർനാഷണൽ ബിസിനസ്സുകളാണ്, വിദേശ ക്ലയൻറ്റുകളാണ് ഇവർക്ക് ഓർഡറുകൾ കൊടുത്തിരിക്കുന്നത്. മറ്റൊന്ന് ഫിനാൻഷ്യൽ സെഗ്മെൻറ്റാണ്. മറ്റൊരു സെഗ്മെൻറ്റ് LNT ഫിനാൻസ് വേറെ തന്നെയുണ്ട്. പക്ഷേ ഇവരുടെ ഫിനാൻഷ്യൽ സെഗ്മെൻറ്റ് ഈ LNT തന്നെ മെർജ്ഡ് ആയിട്ടുള്ള ഫിനാൻഷ്യൽ സെഗ്മെൻറ്റിൽ ഇവർക്ക് 3,881 കോടി രൂപയുടെ ബിസിനസ് കഴിഞ്ഞ 3 മാസം കൊണ്ട് ഉണ്ടായിട്ടുണ്ട്. 14% ഗ്രോത്താണ് കാണിക്കുന്നത്. ഇവരുടെ ഫിനാൻഷ്യൽ സെഗ്മെൻറ്റിൽ ഇവർ കൊടുത്തിരിക്കുന്ന മൊത്തം ലോൺ ബുക്ക് എന്ന് പറയുന്നത് 95,120 കോടി രൂപയുടെ ലോൺ ബുക്ക് ഇപ്പോഴും LNTയുടെ ഫിനാൻഷ്യൽ സെഗ്മെൻറ്റ് കൈകാര്യം ചെയ്യുന്നുണ്ട്. 11% ഗ്രോത്ത് ഉണ്ട്. അതുപോലെ തന്നെ മൊത്തം ലോൺ ബുക്കിൻ്റെ 16% ഗ്രോത്ത്, അതായത് 97% ഇവരുടെ ലോൺ ബുക്കുകളും റീറ്റെയിൽ ലോണുകളാണ്. 97% റീറ്റെയിൽ ലോണുകളാണ് എന്നുള്ളതാണ് ഫിനാൻഷ്യൽ സെഗ്മെൻറ്റ് ബിസിനസ്സുകൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതിനു പുറമെ മറ്റ് പല ബിസിനസ്സുകളായിട്ട്, അതായത് ഇതൊക്കെയാണ് മെയിൻ സെഗ്മെൻറ്റായിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റുന്നത്. ഇതിന് പുറമെ
പല ബിസിനസ്സുകളിലായിട്ട് ചെറിയ ചെറിയ ബിസിനസ്സുകൾ കൂട്ടിയിട്ട് മറ്റുള്ള സെഗ്മെൻറ്റായിട്ട് വെച്ചിട്ടുണ്ട്. അതിൽ വരുന്ന ബിസിനസ് ഒന്ന് റിയാലിറ്റി ബിസിനസ്സാണ്, ചെറിയൊരു റിയൽ എസ്റ്റേറ്റ് ബിസിനസ് LNTക്ക് ഉണ്ട്, ബോംബെയിലെ ചില സ്ഥലങ്ങൾ ഇവർക്കുണ്ട്. അതുപോലെ തന്നെ ഇൻഡസ്ട്രിയൽ വാൾവുകൾ ഉണ്ടാക്കുന്ന ബിസിനസ്സുകളുണ്ട്, കൺസ്ട്രക്ഷൻ എക്യുപ്മെൻറ്റ്സ്, മൈനിങ് മെഷീനറി ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്, റബ്ബർ പ്രോസസ്സിംഗ് മെഷീനറീസ് ഉണ്ടാക്കുന്ന യൂണിറ്റുകൾ ഇവർക്കുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെയൊക്കെ കൂടി റവന്യൂ 1674 കോടി രൂപയാണ്. 9% വർധനവ് കഴിഞ്ഞ വർഷമായിട്ട് ഇതിലും വന്നിട്ടുണ്ട്. ഇവരുടെ എക്സ്പോർട്ട് 11% വർധനവ് കാണിക്കുന്നുണ്ട്. ഈ ഇൻഡസ്ട്രിയൽ വാൾവുകളും മറ്റുമാണ് ഇവർ ഏറ്റവും കൂടുതൽ ഈ ഒരു സെഗ്മെൻറ്റിൽ നിന്നും എക്സ്പോർട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇവരുടെ മാനേജ്മെൻറ്റിൻ്റെ കമൻട്രി ഇത് കഴിഞ്ഞതിന് ശേഷം അവർ പറഞ്ഞത് ഇതുപോലുള്ള ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, പുതിയ ടെക്നോളജി, നിർമ്മാണ രംഗത്ത്, ഓയിൽ ആൻഡ് ഗ്യാസ് സെഗ്മെൻറ്റിൽ മിഡിൽ ഈസ്റ്റ് അടക്കമുള്ള രാജ്യങ്ങളിലേക്ക് വീണ്ടും കടന്നു കയറാൻ പറ്റും. കൂടുതൽ ഓർഡറുകൾ ഞങ്ങൾ ഇവിടെ നിന്നും പ്രതീക്ഷിക്കുന്നു. ഈ രംഗത്തുള്ള പുതിയ ഡെവലപ്മെൻറ്റുകളെക്കുറിച്ച് കമ്പനി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള കാലത്തിന് മാറ്റങ്ങൾക്കനുസരിച്ച് കമ്പനി നീങ്ങും എന്നും അവർ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നു. സോ ഇതാണ് LNTയുടെ ഒരു ഓർഡർ ബുക്ക് സ്റ്റാറ്റസ് എന്ന് പറയുന്നത്. സോ ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കുന്നത് പെട്ടെന്ന് തന്നെ ഇതൊരു ഡബിൾ ആവോ ട്രിപ്പിൾ ആവോ അങ്ങനെയുള്ള ചോദ്യങ്ങളല്ല. നമുക്ക് മാർക്കറ്റ് താഴെ പോകുമ്പോഴും നമുക്കറിയാം വിസിബിലിറ്റിയുള്ള ഇത്രയും ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള പ്രസൻസ് ഉള്ള ഒരു കമ്പനി എന്ന നിലയ്ക്ക് നമുക്ക് ഓരോ ഡിപ്പിലും നമ്മുടെ പോർട്ട്ഫോളിയോയിലേക്ക് ആഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കമ്പനിയാണ്. ഇനി നിങ്ങൾ ഓൾറെഡി LNT ഷെയർ ഹോൾഡർ ആണെങ്കിൽ ഇതാണ് നിങ്ങളുടെ കമ്പനിയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്സ് എന്ന് അറിയുക. ഇതിലെ മറ്റുള്ള റിസൾട്ടിന് ശേഷമുള്ള ഫിനാൻഷ്യൽസ് നോക്കിക്കഴിഞ്ഞാൽ 2 രൂപയുടെ ഫേസ് വാല്യൂ ആണ്. കമ്പനിയുടെ ഏറ്റവും പുതിയ ബുക്ക് വാല്യൂ എന്ന് പറയുന്നത്, ലേറ്റസ്റ്റ് ബുക്ക് വാല്യൂ എന്ന് പറയുന്നത് ഒരു ഷെയറിന് മുകളിൽ ഏകദേശം 648 രൂപയാണ്. 648 രൂപ 88 പൈസയാണ് ഇതിൻ്റെ ഒരു ഓഹരിയുടെ ബുക്ക് വാല്യൂ, യഥാർത്ഥ വാല്യൂ എന്ന് പറയുന്നത്. അതായത് ബുക്ക് വാല്യൂ പണ്ടൊക്കെ ഏറ്റവും ആദ്യം നമ്മൾ ഫണ്ടമെൻ്റൽ അനാലിസിസ് നടത്തുന്ന സമയത്ത് ബുക്ക് വാല്യൂ നോക്കിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് ഒരു സമയം ഉണ്ടായിരുന്നു. അതായത് ബുക്ക് വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കമ്പനി ആ ഒരു മൊമെൻറ്റിൽ ബിസിനസ് ഓപ്പറേഷൻ നിർത്തിയാൽ പോലും എല്ലാ കടങ്ങളും ബാക്കിയൊക്കെ കൊടുത്തു തീർത്തിട്ട് ഒരു ഷെയർ ഹോൾഡർക്ക് 648 രൂപയെങ്കിലും തിരിച്ചു കൊടുക്കാനുണ്ടാകുമെന്നുള്ളതാണ്. അതാണ് യഥാർത്ഥ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. പക്ഷേ ഇപ്പം നമുക്ക് അതിൻ്റെ യഥാർത്ഥ വാല്യൂയേക്കാൾ എത്രയോ മുകളിലാണ് ഷെയർ വാല്യൂ നിൽക്കുന്നത്. അപ്പോൾ ഏതെങ്കിലും ഒരു ഷെയർ ആ ബുക്ക് വാല്യൂ താഴെയാണ് ട്രേഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് വാങ്ങുക എന്നുള്ളൊരു ഫണ്ടമെൻ്റൽ അനാലിസിസ് പ്രിൻസിപ്പിളൊക്കെ പണ്ടുണ്ടായിരുന്നു. ഇപ്പോൾ എത്രയോ ഡെവലപ്പായി. പക്ഷേ എന്തുകൊണ്ട് പ്രൈസ് കൂടി വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും മാർക്കറ്റിലുള്ള ഡിമാൻഡ് സപ്ലൈയുടെ കാര്യം തന്നെയായിരുന്നു. 900 രൂപയൊക്കെ ഉണ്ടായിരുന്ന സമയമുണ്ടായിരുന്നു. അപ്പോൾ LNTയുടെ ബുക്ക് വാല്യൂ 648 രൂപയാണ്. പ്രൈസ് ടു ബുക്ക് വാല്യൂ ഏകദേശം 5 ഇരട്ടിയിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ഇപ്പോഴത്തെ ഏകദേശം ഒരു ട്രേഡിംഗ് വാല്യൂ എന്ന് പറഞ്ഞാൽ 3500 മുകളിലാണ് എന്നുള്ളതാണ് ഇന്നത്തെ യഥാർത്ഥ വില. എൻ്റെ സ്ക്രീനിൽ ഇപ്പോൾ ലഭ്യമല്ല. ഏതായാലും 3500 രൂപ കൊടുത്ത് നിങ്ങൾ ഈ വാങ്ങുന്ന LNT എന്ന് പറയുന്ന ഒരു ഓഹരിക്ക് ഇതാണ് ഇതിൻ്റെ ബിസിനസ്. ഇത്രയും ഓർഡർ ബുക്കുകളുണ്ട്. അപ്പോൾ വലിയ രീതിയിലുള്ള ക്വാണ്ടിറ്റി ഒന്നും വാങ്ങാൻ കഴിയുന്നില്ലെങ്കിലും ചെറിയ രീതിയിൽ നമുക്ക് നമ്മുടെ പോർട്ട്ഫോളിയോയിലേക്ക് ആഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓഹരിയായിട്ടാണ് നമുക്ക് LNTയെ കാണേണ്ടത്. സോ ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സാണ് 21% ഹോൾഡ് ചെയ്യുന്നത്. ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് 41% ഹോൾഡ് ചെയ്യുന്നത്. ഗവൺമെൻറ് ഹോൾഡിംഗ് 0.24%. പ്രൊമോട്ടേഴ്സിന് നിങ്ങൾക്ക് ഹോൾഡിങ്സ് കാണില്ല. ഇത് അൺഐഡൻറ്റിഫൈഡ് പ്രൊമോട്ടേഴ്സ് ബിസിനസ്സാണ്, അതുകൊണ്ടാണ് ഇതിനെ കാണാത്തത്. സോ പബ്ലിക്കിൻ്റെയും മറ്റുമൊക്കെ കയ്യിലാണ് 35.8% ഓഹരികളുള്ളത്. സോ LNTയുടെ യഥാർത്ഥത്തിലുള്ള ബിസിനസ് അനാലിസിസാണിത്. ഇതുപോലുള്ള കമ്പനികളെക്കുറിച്ചുള്ള Q3 അനാലിസിസുകൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ മറക്കരുത്. അതുപോലെ തന്നെ കൂടുതൽ ബിസിനസ് അപ്ഡേറ്റ്സുകൾ ഏതൊക്കെ കമ്പനികളുള്ളതാണ് നിങ്ങൾക്ക് റിസൾട്ടുകൾ താല്പര്യമുള്ളത്, നമുക്ക് കൂടി ഉള്ള മെയിൻ സ്ട്രീം അതിൽ കാര്യമായിട്ടുള്ളത് പ്രേക്ഷകർക്കൊക്കെ എന്തെങ്കിലും പങ്കുവെക്കാനുണ്ടെങ്കിൽ അതുകൂടി നമ്മൾ ചെയ്യുന്നതാണ്. ഏതായാലും നിങ്ങൾ മുഴുവനായിട്ട് കേട്ടു എന്ന് വിചാരിക്കുന്നു. ഒന്നുകൂടി നിങ്ങളെ ഓർമ്മിപ്പിക്കട്ടെ, ഞങ്ങളുടെ റിസർച്ച് അഡ്വൈസറി പ്രൊഡക്റ്റുകൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളുടെ ടെലിഗ്രാം ചാനലിലുള്ള ലിങ്ക് ഉപയോഗിച്ച് ഞങ്ങളുമായിട്ട് അസോസിയേറ്റ് ചെയ്യാം. അപ്പോൾ കൂടുതൽ Q3 റിസൾട്ടുകൾ വരുന്നുണ്ട്. ഇപ്പോഴും ഒരുപാട് നല്ല കമ്പനിയുടെ റിസൾട്ട് വരുന്നുണ്ട്. നല്ല റിസൾട്ടുകൾ നോക്കി നിങ്ങളുടെ മുന്നിലേക്ക് അനാലിസിസ് വീഡിയോയുമായിട്ട് വരാം. മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം. മാർക്കറ്റ് അനാലിസിസും മറ്റൊക്കെ ആയിട്ട് മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു.